എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 59-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 59. സ്ഫുരത് ഗണ്ഡാഭോഗ പ്രതിഫലിത താടങ്കയുഗളം ചതുശ്ചക്രം മന്യേ തവ മുഖമിതം മന്മഥരഥം യമാരുഹ്യ ദുഹൃത്യ വനിരഥമർക്കേന്ദുചരണം മഹാവീരോ മാര പ്രമഥപതയെ സജ്ജിതവദേ. ഒന്നുകൂടെ പറയാം. സ്ഫുരത് ഗണ്ഡാഭോഗ പ്രതിഫലിത താടങ്കയുഗളം ചതുശ്ചക്രം മന്യേ തവ മുഖം ഇതം മന്മഥരഥം യമാരുഹ്യ ദൃഹൃതി അവനിരഥമർക്കേന്ദുചരണം മഹാവീരോ മാര പ്രമഥപതയെ സജ്ജിതവദേ. അല്ലയോ മഹാദേവി. ഇവിടെ ദേവിയുടെ കവിൾത്തടത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലയോ മഹാദേവി, അല്ലയോ പാർവതി പുത്രി, അല്ലയോ പാർവതി, അല്ലയോ പർവ്വതപുത്രി, അല്ലയോ മഹാദേവി. കണ്ണാടി പോലെ നിർമ്മലമായി തെളിതള മിന്നുന്ന കവിൾത്തടങ്ങളിൽ പ്രതിഫലിച്ച താടങ്ക യുഗളത്തോടു കൂടിയ നിന്തിരുവടിയുടെ ദേവിയുടെ ഞാൻ കാണപ്പെടുന്ന എൻ്റെ ഹൃദയകമലത്തിൽ ഞാൻ കാണപ്പെടുന്ന മുഖം കാമദേവൻ്റെ 4 ചക്രങ്ങളോട് കൂടിയ രഥമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നുവെച്ചാൽ ദേവിയുടെ കവിൾത്തടങ്ങൾ എന്ന് പറഞ്ഞാൽ നിർമ്മലമായ കവിൾത്തടമാണ്. അതുപോലെ തിളങ്ങുന്നതാണ്, ഒരു കണ്ണാടി പോലെ തിളങ്ങുന്നതാണ്. കണ്ണാടി പോലെ തിളങ്ങുന്ന ആ കവിൾത്തടത്തിൽ ദേവിയുടെ കാതിൽ കിടക്കുന്ന 2 താടങ്കയുഗളം എന്ന് പറഞ്ഞാൽ തോടകളാണ്. ദേവിയുടെ ചെവിയിൽ കിടക്കുന്ന 2 തോടകളാണ് താടങ്കയുഗളം. ആ താടങ്കയുഗളം ഈ കവിൾത്തടങ്ങളിൽ പ്രതിഫലിക്കുകയാണ്. കാരണം കണ്ണാടി പോലെ നിർമ്മലമാണല്ലോ. കണ്ണാടി പോലെ നിർമ്മലമായ ആ കവിൾത്തടങ്ങളിൽ ഈ 2 താടങ്കയുഗളം പ്രതിഫലിക്കുമ്പോൾ അത് 4 ചക്രങ്ങളോട് കൂടിയ കാമദേവൻ്റെ രഥമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ മന്മഥൻ എന്ന് വെച്ചാൽ കാമദേവൻ ഈ രഥത്തിൽ കയറി മഹാശൂരനായിട്ട്, മഹാവിജയിയായിട്ട്, അല്ലെങ്കിൽ ശൂരവീര പരാക്രമിയായിട്ട് സൂര്യചന്ദ്രന്മാരാകുന്ന 2 ചക്രങ്ങളോട് കൂടിയ ഭൂമിയാകുന്ന രഥത്തെ സജ്ജമാക്കിയ ത്രിപുരാന്തകനെ ദ്രോഹിക്കുന്നു, അല്ലെങ്കിൽ പരാജയപ്പെടുത്തുന്നു എന്നാണ്. ഇവിടെ ദേവിയുടെ ആ സൗന്ദര്യത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. തെളിതള മിന്നുന്ന കവിൾത്തടം, ആ കവിൾത്തടത്തിൽ ദേവിയുടെ താടങ്കയുഗളം, ദേവിയുടെ കാതിലുള്ള ആ തോടകൾ, കണ്ണാടി പോലെ മിന്നുന്ന കവിൾത്തടങ്ങളിൽ പ്രതിഫലിച്ച ആ താടങ്കയുഗളങ്ങൾ 4 തോടകളുണ്ടെന്ന് തോന്നും, 4 ചക്രങ്ങളാണെന്ന് തോന്നും, 4 ചക്രങ്ങളാകുന്ന ഒരു രഥമാണെന്ന് തോന്നും. ആ രഥത്തിൽ ആരാണ് കയറിയിരിക്കുന്നത്? മന്മഥൻ, കാമദേവൻ ആ രഥത്തിൽ കയറി സൂര്യചന്ദ്രന്മാർ. അപ്പോൾ എന്താണ്? കാമദേവൻ്റെ രഥമാണിപ്പം 4 ചക്രത്തിലുള്ളത്. എന്നാൽ പരമശിവൻ്റെ മഹാദേവൻ്റെ രഥമോ ഭൂമിയാകുന്ന രഥത്തിൽ 2 ചക്രങ്ങൾ, അത് സൂര്യനും ചന്ദ്രനുമാണ്. സൂര്യനും ചന്ദ്രന്മാരുമാകുന്ന ആ 2 ചക്രങ്ങളോട് കൂടിയ ഭൂമിയാകുന്ന രഥത്തെ സജ്ജമാക്കിയ ത്രിപുരാന്തകനെ ദ്രോഹിക്കുന്നു. അപ്പോൾ കാമദേവൻ വിചാരിക്കുന്നത് എന്താണ്? എൻ്റെ രഥത്തിന് 4 ചക്രങ്ങളുണ്ട്. ത്രിപുരാന്തകൻ എന്ന് വെച്ചാൽ പരമശിവൻ്റെ രഥത്തിന് എത്ര ചക്രങ്ങളേ ഉള്ളൂ? 2 ചക്രങ്ങളേ ഉള്ളൂ. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? ആ പരമശിവനെ പോലും ഈ കാമദേവൻ തോൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്കും സൗന്ദര്യമാണ് ദേവിക്കുള്ളത്. ഭഗവതിയുടെ അപ്പം ഒന്നുകൂടെ പറയുകയാണ്. ദേവിയുടെ ശ്രവണങ്ങളിൽ ചെവികളിലുണ്ട 2 താടങ്കങ്ങൾ അല്ലെങ്കിൽ തോടകൾ
ദേവിയുടെ ചെവികളിൽ എത്ര തോടകളുണ്ട്? 2 തോടകൾ. അവ കണ്ണാടി പോലെ നിർമ്മലമായ കവിൾത്തടങ്ങളിൽ പ്രതിഫലിച്ചതിനാൽ 4 എണ്ണമായി തീരുന്നു. ഈ 4 താടങ്കങ്ങളെ ചക്രങ്ങളായി കൽപ്പിച്ച് മുഖത്തെ മന്മഥരഥമായി വർണ്ണിക്കുന്നു. ഇവിടെ വർണ്ണിക്കുന്നത് കാമദേവന്റെ രഥമായിട്ടാണ്. ദേവിയുടെ കണ്ണാടി പോലെയുള്ള കവിളിൽ ഈ 2 ഈ തോടകൾ, ദേവിയുടെ കർണത്തിലുള്ള തോടകൾ ഒന്നുകൂടെ ഒന്ന് പ്രതിഫലിച്ച് കാണുമ്പോൾ അത് 4 എണ്ണമായിട്ട് കാണാം, 4 ചക്രമായിട്ട് കാണാം. അങ്ങനെ ദേവിയുടെ മുഖത്ത് അതീവ സൗന്ദര്യത്തോടു കൂടിയ ഭംഗിയുള്ള ആ മുഖത്തെയാണ് പറയുന്നത്. എന്നാൽ ദേവിയുടെ പതിയായ പരമശിവന്റെ രഥം എന്ന് പറയുന്നത് ഭൂമിയാകുന്ന രഥത്തിൽ 2 ചക്രങ്ങളേ ഉള്ളൂ. അത് സൂര്യനും ചന്ദ്രനുമാണ്. അപ്പം 2 ചക്രങ്ങൾ മാത്രമുള്ള ഭൂമിയാകുന്ന തേരിൽ കയറി എതിർക്കുന്ന ത്രിപുരാന്തകനെ യുദ്ധം ചെയ്ത് ജയിക്കുന്നു ആരെ? കാമദേവൻ. എന്ന് വെച്ചാൽ ഇവിടെ ദേവിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവർണ്ണനീയമാണ്. ആ അവർണ്ണനീയമായ സൗന്ദര്യത്തിൽ മുഴുകിയിരിക്കുകയാണ് ആരെ? കാമദേവൻ. അപ്പോൾ 4 ചക്രമുള്ള രഥത്തിൽ, 4 രഥമുള്ള എന്നല്ല, 4 ചക്രങ്ങളോട് കൂടിയ രഥം. ആ രഥത്തിൽ 4 ചക്രങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? തോടകൾ, 2 തോടകളാണ്. അതുപോലെ തന്നെ ആ തോടകൾ ദേവിയുടെ മുഖമാകുന്ന, ദേവിയുടെ കവിൾത്തടമാകുന്ന ആ കണ്ണാടി പോലെയുള്ള കവിൾത്തടത്തിൽ പ്രതിഫലിക്കുമ്പോൾ 4 ചക്രങ്ങളാണെന്ന് തോന്നും. ആ 4 ചക്രങ്ങളിൽ കാമദേവൻ കയറി മഹാശൂരനായിട്ട് 2 ചക്രങ്ങൾ ഏതൊക്കെയാണ്? 2 ചക്രങ്ങൾ എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും, പിന്നെ ഈ 4 ചക്രങ്ങൾ എന്ന് പറയുന്നത് ദേവിയുടെ 2 തോടകളുമാണ്. എന്തായാലും കൊള്ളാം. ദേവിയെ അതീവ സുന്ദരിയായിട്ട് ആ സൗന്ദര്യത്തിൽ മുഴുകിയ കാമദേവൻ പരമശിവനെ ഇവിടെ യുദ്ധം ചെയ്ത് ജയിക്കുന്നു എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. സ്ഫുരത് ഗണ്ഡാഭോഗ പ്രതിഫലിത താടങ്കയുഗളം ചതുശ്ചക്രം മന്യേ തവ മുഖമിതം മന്മഥരഥം യമാരുഹ്യ ദൃഹ്യത്യ വനരഥ അർക്കേന്ദുചരണം മഹാവീരോ മാര പ്രമഥപദേ സജ്ജിതവതേ. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.